ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് കൂടി ചേരുന്നുണ്ട്. അവിടെയും പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആഷിഖ്, അവിടെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ച ശേഷമായിരിക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവരിക. അവിടെ എത്ര നേരം പൊതുദർശനം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എത്ര നേരം പൊതുദർശനം സാധ്യമാകുമെന്നാണ് കരുതുന്നത്? ദിവ്യ, കൃത്യമായി എത്ര നേരമെടുക്കുമെന്ന് നമുക്കിപ്പോഴും കണക്കുകൂട്ടി പറയാവുന്ന സാഹചര്യമല്ല. പക്ഷേ ഒരുപക്ഷെ മണിക്കൂറുകൾ പോലും എടുത്തേക്കും ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് VS-നെ അവസാനമായി എത്തിക്കാൻ. പക്ഷേ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ കാഴ്ച ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതുണ്ട്. മണിക്കൂറുകൾ ഇനി എടുത്തേക്കും എന്നുണ്ടെങ്കിൽ പോലും VS അച്യുതാനന്ദനെ കാണുവാൻ, തങ്ങളുടെ പ്രിയ സഖാവിനെ, സമരസഖാവിനെ കാണുവാൻ ഇവിടെ തങ്ങിക്കൂടിയിരിക്കുന്ന വലിയ ആൾക്കൂട്ടം നമുക്കിപ്പോൾ തന്നെ കാണാം. DC ഓഫീസിന് മുന്നിൽ വലിയ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു നിര ഇപ്പോൾ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ, തങ്ങളുടെ നേതാവിനെ കാണുവാൻ വേണ്ടി ഏത് മഴയത്തും, രാവിലെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ശക്തമായ മഴയായിരുന്നു, ആ സമയത്ത് പോലും ഇവിടെ ഒരാൾക്കൂട്ടം തങ്ങി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇപ്പോഴാകുമ്പോഴേക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിന്ന് നീളുന്ന വഴി നിറയെ ഒരു നിരയായി ആളുകൾ അച്ചടക്കത്തോടെ പ്രിയപ്പെട്ട സഖാവിനെ കാണുവാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. നമ്മളിവിടെ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ തേടുമ്പോൾ അവർ പറയുന്നത് എത്ര നേരം വേണമെങ്കിലും സഖാവിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. വിശ്വസിച്ചതിനെ കാത്തു നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നത് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ, എത്ര നേരം വെയിറ്റും കത്ത് വെക്കും, കണ്ടിട്ടേ പോകും. ഒരുപക്ഷെ മണിക്കൂറുകൾ പോലും എടുത്തേക്കും ഇന്ന് കണ്ടിട്ട് ഞങ്ങൾ പോകും. എങ്ങനെ ഓർക്കുന്നു അച്യുതാനന്ദൻ? ഒരുപാട് നല്ല ഓർമ്മകൾ. കാരണം ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വിമാനത്താവള വിഷയമായിട്ട് വയനാട്ടിൽ നെൽവയലിൽ നിന്നെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അതിനൊക്കെ എതിരെ വന്ന് അതൊക്കെ നല്ല കണ്ടീഷനാക്കി തന്നിട്ട് പോയ ഒരു ആളാണ്. പിന്നെ ഒട്ടനവധി പരിപാടിക്ക് പിന്നെ ഞങ്ങൾ വയനാടിനെ പറ്റി പറയുമ്പോൾ ഭൂസമരങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടലുകൾ അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട്. നല്ല ഇടപെടൽ. തീർച്ചയായും നമ്മളിപ്പോൾ കണ്ട വയനാട്ടിൽ നിന്ന് വന്ന സഖാക്കളെയാണ്. അവർ അത്ര ദൂരവും തങ്ങളുടെ ജീവിതത്തിൽ VS അച്യുതാനന്ദൻ നടത്തിയ ഇടപെടലുകളുടെ ഓർമ്മയുടെ തീക്ഷ്ണതയിൽ അവരിവിടെ വന്ന് ആലപ്പുഴ വന്ന് കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഇന്നലെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട ആളുകളാണ് എന്ന് പറയുന്നത്. ഇവിടെ ഈ നിരയിൽ സംസ്ഥാനത്തിൻ്റെ ഒട്ടനേകം ഭാഗത്തു നിന്ന് എത്തിയവരുണ്ട് എന്നുള്ളതാണ് ദിവ്യ യാഥാർത്ഥ്യം. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെയുള്ള യാത്രയിൽ ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് VS അച്യുതാനന്ദനെ ഒരു നോക്ക് കണ്ടു മടങ്ങുവാനുള്ള അവസരമുണ്ട്. പക്ഷേ അതിനങ്ങോട്ട് തെക്കോട്ടുള്ള കേരളത്തിൻ്റെ തെക്കോട്ടുള്ള ഭാഗത്തോട്ടുള്ള ജനങ്ങൾക്ക് VS-നെ കാണണമെങ്കിൽ ഇങ്ങ് ആലപ്പുഴ തന്നെ എത്തണം. ആദ്യം വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ള ഈ വലിയ ജനസഞ്ചയം. അപ്പോഴും ജില്ലാ കമ്മിറ്റി അധികൃതർ അറിയിക്കുന്നത് വലിയ തിരക്ക് ഇവിടെ ഉണ്ടാക്കാതെ എല്ലാവരും തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പൊതുദർശനത്തിനായി എത്തണമെന്ന അറിയിപ്പാണ് നിലവിലുള്ളത്. പക്ഷേ ആ അറിയിപ്പ് പോലും മറികടന്നുകൊണ്ടുള്ള വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ സ്ത്രീ സഹാക്കൾ കൂടി ഉണ്ടെന്ന് എങ്ങനെ ഓർക്കുന്നു VS അച്യുതാനന്ദനെ? VS-നെ ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ, 10-40 വർഷമായിട്ട് നേരിട്ടറിയാവുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്. ഞങ്ങൾക്ക് മറക്കാനും പറ്റില്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെയെല്ലാം ഓടിയെത്തുന്ന ആളല്ലേ. ഞങ്ങൾക്ക് ഓർക്കുമ്പം തന്നെ സങ്കടമാണ്. ഇനിയും മണിക്കൂറുകൾ എടുത്തേക്ക് എത്ര നേരം കാത്തിരിക്കാനാണ്? എത്ര നിന്നാലും ഞങ്ങൾ കാണും, അത് വേറെ കാര്യം. തീർച്ചയായും അവരുടെ വാക്കുകളിലുണ്ട്. VS അച്യുതാനന്ദൻ ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി കൂടിയാണ് ഈ നിലനിൽക്കുന്ന വലിയ ആൾക്കൂട്ടം കാണിക്കുന്നത് എന്നുള്ളതാണ്. ദിവ്യ, സ്ത്രീയുടെ രാഷ്ട്രീയം, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം, ഭൂമിയുടെ രാഷ്ട്രീയമൊക്കെ ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ ഒട്ടനേകം സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളുടെ സമരങ്ങളെ ഏറ്റെടുത്ത് VS അച്യുതാനന്ദൻ നടത്തിയ ഒരു ജനസഞ്ചയത്തെ ആവാഹിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഫലം എന്ന് കൂടി കാണാം. നമുക്ക് ഈ കേരളമൊട്ടാകെ നിന്നെത്തിയിരിക്കുന്ന ഈ സഖാക്കളെ, ജനങ്ങളെ നമുക്ക് അതിന്റെ തെളിവ് എന്ന നിലയിൽ കാണണം. നമുക്കറിയാം, യാത്ര തിരുവനന്തപുരത്തുനിന്ന് യാത്ര പുറപ്പെട്ട് എത്രയോ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. രാത്രി കനത്ത മഴയ്ക്കിടയിലും എത്രയോ ആൾക്കൂട്ടങ്ങൾ തങ്ങി കൂടി നിൽക്കുന്നു VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി. അപ്പോഴും കഴിഞ്ഞിട്ടില്ല കേരള ജനതയുടെ ആഗ്രഹം VS-നെ അവസാനമായി കാണുവാൻ എന്നുള്ളത്. ഇനി ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ ഈ തിരക്കാണ് എന്നുണ്ടെങ്കിൽ തന്നെയും മറ്റിടങ്ങളിൽ റിക്രിയേഷൻ ഗ്രൗണ്ടിലൊക്കെ അടക്കം അസാധാരണമായ ഒരു തിരക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെ ഉണ്ട്. ആ നിലയിലുള്ള ഒരുക്കങ്ങൾ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അടക്കം ഒരുക്കിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് എത്തുന്നവർ പരമാവധി റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനായി എത്തണം എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. അതനുസരിച്ച് തന്നെ എല്ലാവരും ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. നമുക്ക് ആലപ്പുഴയെ കുറിച്ച് പറഞ്ഞാൽ VS അച്യുതാനന്ദന്റെ തുടക്കം, സമരങ്ങളുടെ തുടക്കം ഈ ഭൂമികയിൽ നിന്നാണ്. ഇവിടെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ സമരങ്ങൾക്ക് മുൻനിരയിൽ നിന്നുകൊണ്ടായിരുന്നു VS അച്യുതാനന്ദന്റെ തുടക്കം, യാത്രകളുടെ തുടക്കം എന്ന് നമുക്കറിയാം. പിന്നീട് പുന്നപ്ര വയലാർ എന്ന ഐതിഹാസിക സമരത്തിന്റെ ഭാഗമാകുന്നു.
അതിനും പിന്നീട് അങ്ങോട്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രനാകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ജയിലിലായിരുന്നു. അതിനുശേഷം കേരളത്തിൻ്റെ രൂപീകരണം, അങ്ങനെ കേരള ചരിത്രം മുന്നോട്ട് പോയ ആ ദിശകളിലെല്ലാം വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ കഴിഞ്ഞ ദിവസം എപ്പോഴോ വായിച്ച് കേട്ടതുപോലെ ഈ ആലപ്പുഴയിലെ മണ്ണിൽ കർഷക തൊഴിലാളികൾക്കിടയിൽ ഏതോ ഒരു പാർട്ടി ക്ലാസ്സിൽ കേട്ട് ബോധിച്ച വർഗബോധ സിദ്ധാന്തമാണ് എല്ലാ കാലത്തും വി എസ് അച്യുതാനന്ദനെ നയിച്ചിട്ടുള്ളത്. സാധാരണക്കാരുടെ പക്ഷം നിൽക്കാൻ, ചൂഷിതരാകുന്ന ആളുകളുടെ പക്ഷം നീക്കാൻ, ചൂഷകരെയും മർദ്ദിതരെയും എല്ലാ സമയവും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രതീകം എന്ന നിലയിൽ നമുക്ക് ഈ ആൾക്കൂട്ടത്തെ, ഈ വലിയ ജനസഞ്ചയത്തെ എല്ലാ കാലത്തും ഓർത്തെടുക്കാൻ കഴിയും. അതിൻ്റെ തെളിവ് എന്ന നിലയിൽ ആൾക്കൂട്ടങ്ങൾ ഇവിടെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒന്നുകൂടി കാണുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്